മക്കളെ, മഹാഭാരത യുദ്ധത്തിൽ അർജുനൻ്റെ മകനായ അഭിമന്യു ചതിവിൽ വധിക്കപ്പെടുന്നു. മരണമറിഞ്ഞ അർജുനൻ ദുഃഖിക്കുകയും അടുത്ത ദിവസത്തെ സൂര്യാസ്തമയത്തിന് മുമ്പ് മകനെ ചതിച്ചു കൊന്ന ജയദ്രഥനെ വധിക്കുമെന്ന് ശപഥം ചെയ്യുകയും ചെയ്യുന്നു. മകൻ്റെ വേർപാടിൽ വാവിട്ട് കരയുന്ന സുഭദ്രയെയും ദ്രൗപദിയെയും അഭിമന്യുവിൻ്റെ ഭാര്യയായ ഉത്തരയെയും ശ്രീകൃഷ്ണൻ സമാധാനിപ്പിക്കുവാൻ ശ്രമിക്കുന്നു. തൻ്റെ ശിബിരത്തിൽ ഉറങ്ങാൻ പോയ അർജുനന് ഒരു സ്വപ്ന ദർശനം ഉണ്ടാകുന്നു. അർജുനൻ ചെയ്ത ശപഥത്തിൽ ശ്രീകൃഷ്ണന് ആശങ്കയുണ്ടായിരുന്നു. അത് നിറവേറണമെങ്കിൽ അർജുനൻ്റെ കൈവശം ശക്തമായ ആയുധങ്ങൾ വേണം. അതിനായി ശ്രീകൃഷ്ണൻ അർജുനനെ പരമശിവൻ്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുകയും അദ്ദേഹത്തിൽ നിന്ന് പാശുപതാസ്ത്രം നേടിക്കൊടുക്കുകയും ചെയ്യുന്നു. ഇതായിരുന്നു അർജുനൻ കണ്ട സ്വപ്നം. അടുത്ത ദിവസം സഞ്ജയൻ ധൃതരാഷ്ട്രയുടെ അടുത്തെത്തി പറഞ്ഞു, രാജാവെ, അന്ന് പ്രഭാതത്തിൽ തന്നെ യുധിഷ്ഠിരൻ ഉണർന്നു. സ്നാനവും മറ്റും കഴിഞ്ഞ് എത്തിയപ്പോൾ ഒരു കാവൽക്കാരൻ എത്തി ശ്രീകൃഷ്ണൻ കാണാൻ വന്നിട്ടുണ്ടെന്ന് അറിയിച്ചു. അദ്ദേഹം കൃഷ്ണനെ യഥാവിധി സ്വീകരിച്ചു. പിന്നാലെ മന്ത്രിമാരും മറ്റ് രാജ്യസഭാ അംഗങ്ങളും ഹാജരായി. എല്ലാവരും ഇരുന്നു കഴിഞ്ഞപ്പോൾ യുധിഷ്ഠിരൻ കൃഷ്ണനോട് പറഞ്ഞു, ഭഗവാനെ, എല്ലാത്തിനും നായകൻ അങ്ങ് ഒരാൾ മാത്രമാണ്. അങ്ങ് യഥാർത്ഥത്തിൽ നാരായണ മഹർഷിയുടെ ജന്മമാണെന്ന് നാരദമുനി പറഞ്ഞു തന്നിട്ടുണ്ട്. അങ്ങ് വരദായകനായ മഹാവിഷ്ണു തന്നെയാണെന്ന് ഞങ്ങൾ അറിയുന്നു. ഭഗവാനെ, അർജുനൻ ചെയ്ത ശപഥം അങ്ങയുടെ അനുഗ്രഹത്തിലൂടെ അല്ലാതെ നിറവേറ്റാൻ കഴിയില്ല. അങ്ങ് അതൊരു യാഥാർത്ഥ്യമാക്കി തരണം. കൃഷ്ണൻ പറഞ്ഞു, രാജാവെ, സവ്യസാചിയായ അർജുനനാൽ ചെയ്യാൻ കഴിയാത്തതായി ഒന്നുമില്ല. ഇന്ന് അങ്ങയുടെ ശത്രുക്കൾ പാർത്ഥൻ്റെ അസ്ത്രങ്ങൾക്ക് ഇരയാകും. ഇന്ദ്രദേവൻ കൂടി വിചാരിച്ചാലും ജയദ്രഥനെ പാർത്ഥൻ്റെ അസ്ത്രങ്ങളിൽ നിന്നും രക്ഷിക്കാൻ ആവില്ല. രാജാവെ, ആ കാര്യമോർത്ത് അങ്ങ് വിഷമിക്കേണ്ടതില്ല. ആ സമയത്ത് അർജുനൻ ജ്യേഷ്ഠനെ കണ്ട് വണങ്ങാനായി അവിടെ എത്തി. പ്രണാമം സ്വീകരിച്ചുകൊണ്ട് യുധിഷ്ഠിരൻ അനുജൻ്റെ മേൽ അനുഗ്രഹങ്ങൾ ചുരിഞ്ഞിട്ട് പറഞ്ഞു, പാർത്ഥ, ഇന്ന് നീ വളരെ പ്രസന്നനായി കാണുന്നു. നീയും ശ്രീകൃഷ്ണനും ഒത്തുചേർന്ന് ഇന്ന് നമുക്ക് വിജയം സുനിശ്ചിതമാക്കുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നു. അർജുനൻ പറഞ്ഞു, ജ്യേഷ്ഠ, കഴിഞ്ഞ രാത്രിയിൽ അത്ഭുതകരമായൊരു സ്വപ്നം ഞാൻ കണ്ടു. സഞ്ജയൻ പറഞ്ഞു, രാജാവെ, അർജുനൻ അയാൾ കണ്ട സ്വപ്നം വിശദമായി സഭയിൽ വെളിപ്പെടുത്തി. അത് കേട്ടപ്പോൾ സദസ്സിലുള്ളവർ പരമശിവൻ്റെ മഹിമയെ വാഴ്ത്തി. രാജാവെ, തുടർന്ന് യുധിഷ്ഠിരൻ്റെ അനുവാദത്തോടെ എല്ലാവരും ആ ദിവസത്തെ യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പുകൾക്ക് വേണ്ടി സ്വന്തം ശിബിരങ്ങളിലേക്ക് മടങ്ങിപ്പോയി. അർജുനൻ്റെ ശിബിരത്തിലെത്തിയ ശ്രീകൃഷ്ണനും സാത്വികിയും യുദ്ധത്തിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു. അർജുനൻ വില്ലും ആവനാഴിയും എടുത്തെത്തുമ്പോഴേക്കും ശ്രീകൃഷ്ണൻ സാരഥി എന്ന നിലയിൽ വേണ്ട ഒരുക്കങ്ങളെല്ലാം രഥത്തിൽ ചെയ്തിരുന്നു. കൃഷ്ണനും സാത്വികിയും രഥത്തിൻ്റെ മുന്നിൽ തന്നെ ഇരുന്നു. ഭഗവാൻ ചമ്മട്ടിയും കുതിരകളുടെ കടിഞ്ഞാണും കയ്യിലെടുത്തു. അർജുനനെത്തി ഭക്തിപൂർവ്വം രഥത്തെ പ്രദക്ഷിണം ചെയ്ത് നമസ്കരിച്ച് രഥത്തിൽ കയറി. അത് മുന്നോട്ട് ചലിച്ചു തുടങ്ങി. ശകുനങ്ങളെല്ലാം ശുഭകരമായിരുന്നു. ഇത് കണ്ട് അർജുനൻ ശുഭപ്രതീക്ഷയോടെ സാത്വികിയോട് പറഞ്ഞു, ഇന്നത്തെ യുദ്ധത്തിൽ വിജയം നമുക്ക് തന്നെയാണെന്ന് ഈ ശകുനങ്ങൾ വെളിപ്പെടുത്തുന്നു. ഞാനിന്ന് ജയദ്രഥനെ ലക്ഷ്യം വെച്ച് തന്നെയായിരിക്കും യുദ്ധം ചെയ്യുക. സാത്വികി, അങ്ങ് യുദ്ധത്തിൽ ശ്രീകൃഷ്ണ ഭഗവാന് തുല്യനാണ് ഞങ്ങൾക്ക്. ജ്യേഷ്ഠൻ്റെ സുരക്ഷാ ചുമതല അങ്ങ് ഏറ്റെടുക്കണം. യുദ്ധത്തിൽ അങ്ങയെയും പ്രദ്യുമ്നെയും എനിക്ക് വിശ്വാസമാണ്. ഭഗവാൻ എൻ്റെ ഒപ്പം ഉള്ളതിനാൽ ഞാൻ സുരക്ഷിതനാണ്. ഞങ്ങൾക്കൊരു ആപത്തും ഉണ്ടാകുകയില്ല. ഈ വാക്കുകൾ കേട്ട് സാത്വികി മറ്റൊരു രഥത്തിൽ യുധിഷ്ഠിരൻ്റെ അടുത്തേക്ക് പോയി. സഞ്ജയൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ധൃതരാഷ്ട്ര ചോദിച്ചു, സഞ്ജയ, അഭിമന്യു മരണപ്പെട്ടിട്ടും പാണ്ഡവർ ശോകാകുലരായില്ലേ? അന്നത്തെ യുദ്ധത്തിൽ അവരെന്ത് ചെയ്തു? നമ്മുടെ പക്ഷത്തുള്ള ആരെല്ലാം യുദ്ധത്തിനിറങ്ങി? അർജുനൻ്റെ പരാക്രമം ബോധ്യമുണ്ടായിട്ടും ധൈര്യമായിരിക്കാൻ അവർക്ക് എങ്ങനെ കഴിഞ്ഞു? ഭഗവാൻ കൗരവ പാണ്ഡവരെ സന്ധി ചെയ്യിക്കാൻ വേണ്ടി ഇവിടെ വന്ന സമയത്ത് മൂഢനായ ദുര്യോധനോട് ഞാൻ പറഞ്ഞതാണ്, നീ ശ്രീകൃഷ്ണൻ്റെ വാക്കുകളെ മുഖവിലക്കെടുക്കണമെന്ന്, സന്ധി ചെയ്ത് സ്വസ്ഥമായിരിക്കണമെന്ന്. യുദ്ധത്തിനാണ് ശ്രമിക്കുന്നതെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയില്ലെന്ന്. കൃഷ്ണൻ്റെ അനുരഞ്ജന ശ്രമം വിധിയായ എൻ്റെ മകൻ തള്ളിക്കളഞ്ഞു. വിധിയെന്നല്ലാതെ എന്തു പറയാൻ? എൻ്റെ വാക്കുകൾ അവൻ നിരാകരിച്ചുകൊണ്ട് കർണൻ്റെയും ദുർബുദ്ധിയായ ദുശാസനൻ്റെയും വാക്കുകൾ കേട്ട് നടന്നു. എൻ്റെ മകൻ നന്മകളെ ഒന്നും സ്വീകരിച്ചില്ല. സഞ്ജയ, വിതുരരും
ഭീഷ്മരും ദ്രോണരും ശല്യരും അശ്വത്ഥാമാവും ഒന്നും ചൂതുകളിയെ അനുകൂലിച്ചിരുന്നില്ല. അവരുടെ വാക്കുകളെ എൻ്റെ മകൻ ചെവിക്കൊണ്ടില്ല. അന്നത് ചെയ്തിരുന്നെങ്കിൽ ഈ ദുഃഖങ്ങൾക്കൊന്നും കാരണം ഉണ്ടാകുമായിരുന്നില്ല. പാണ്ഡവർ നന്മയുള്ളവരും സന്മനസ്സുള്ളവരുമാണ്. അവർക്കൊരിക്കലും ദുഃഖം അനുഭവിക്കേണ്ടി വരില്ല. മരിച്ചാലും അവർക്ക് ക്ഷേമവും നിത്യാനന്ദവും ഉണ്ടായിരിക്കും. ശല്യർ, ഭീഷ്മർ, ദ്രോണർ, അശ്വത്ഥാമാവ്, വികർണൻ, കൃപർ തുടങ്ങിയവരെല്ലാം അവൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ് പറയുന്നതെന്ന് അവൻ മനസ്സിലാക്കിയില്ല. ശ്രീകൃഷ്ണൻ ഒരിക്കലും ധർമ്മം വിട്ടു പെരുമാറുകയില്ല. പാണ്ഡവർ അദ്ദേഹത്തെ പിന്തുടരുന്നവരുമാണ്. ധർമാനുസൃതമായി ഞാൻ പറയുന്നതെന്തും പാണ്ഡവർ അനുസരിക്കുമെന്ന് എനിക്കറിയാം. സഞ്ജയ, ഈ വിധത്തിൽ ഞാൻ എൻ്റെ മകനെ തിരുത്താൻ ശ്രമിച്ചു. പക്ഷേ ആ വിഡ്ഢി എൻ്റെ വാക്കുകൾ ശ്രദ്ധിച്ചതേയില്ല. കൃഷ്ണൻ സാരഥിയും അർജുനൻ പോരാളിയുമായി നിൽക്കുന്നിടത്ത് പരാജയം ഒരിക്കലും ഉണ്ടാകില്ല. എന്തു ചെയ്യാൻ, അവരുടെ മാതാവ് കണ്ണുകൾ കലങ്ങി പറഞ്ഞിട്ടും എൻ്റെ മക്കൾ കേട്ടില്ല. ശരി, യുദ്ധത്തിൻ്റെ ബാക്കി ഭാഗം പറയൂ. ദുശാസനൻ, ദുര്യോധനൻ, കർണൻ, ശകുനി എന്നിവർ ചർച്ച ചെയ്ത് എന്ത് തീരുമാനമെടുത്തു? മന്ദബുദ്ധിയായ എൻ്റെ മകൻ ചെയ്തത് ധർമ്മമോ അധർമ്മമോ എന്തുമാകട്ടെ, പിന്നീട് എന്താണുണ്ടായത്? സഞ്ജയൻ പറഞ്ഞു, രാജാവേ, ഞാൻ നേരിട്ട് കണ്ട കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. യഥാർത്ഥത്തിൽ തെറ്റ് ചെയ്തത് അങ്ങു തന്നെയാണ്. മകൻ ദുർബുദ്ധിയാണെന്ന് അറിഞ്ഞിട്ടും അവനെ നിയന്ത്രിക്കാൻ ശ്രമിച്ചില്ല. കാര്യങ്ങൾ രൂക്ഷമാകും മുമ്പേ അവനെ തടയേണ്ടതായിരുന്നു. ഇനി കണ്ണീർ പൊഴിച്ചിട്ടും പശ്ചാത്തപിച്ചിട്ടും കാര്യമില്ല. അങ്ങ് വിചാരിച്ചിരുന്നെങ്കിൽ ഈ ദുരവസ്ഥ ഒഴിവാക്കാമായിരുന്നു. ബുദ്ധിമാനായ അങ്ങ് സ്വയം വരുത്തി വെച്ചതാണിതെല്ലാം. ആ കർണൻ്റെയും ശകുനിയുടെയും ദുര്യോധനൻ്റെയും താളത്തിനൊത്തു തുള്ളി. സ്വന്തം ലാഭത്തെ ലക്ഷ്യം വെച്ച് മാത്രം പ്രവർത്തിച്ചതിൻ്റെ ഫലമാണിതെല്ലാം. തേനിൽ ചാലിച്ച വിഷത്തെ അങ്ങ് തിരിച്ചറിഞ്ഞില്ല. അങ്ങ് ഇതുകൂടി അറിയുക, എന്ന് അങ്ങ് രാജധർമ്മം വെടിഞ്ഞ് പ്രവർത്തിക്കുവാൻ തുടങ്ങിയോ അന്നു മുതൽ ശ്രീകൃഷ്ണ ഭഗവാന് അങ്ങയോടുള്ള ബഹുമാനവും കുറഞ്ഞു തുടങ്ങി. അങ്ങയുടെ പുത്രന്മാർ പാണ്ഡവരെ പുലഭ്യം പറഞ്ഞപ്പോഴൊന്നും അങ്ങ് അവരെ നിയന്ത്രിച്ചില്ല. സ്വന്തം മക്കൾക്ക് രാജ്യം മുഴുവൻ കിട്ടണമെന്ന് ആഗ്രഹിച്ചു. അതിൻ്റെ ഫലമാണ് ഈ സംഭവിക്കുന്നതെല്ലാം. രാജാവേ, അങ്ങ് പാണ്ഡവരുടെ പൂർവിക സ്വത്തുക്കൾ മുഴുവൻ ആദ്യമേ കൈയടക്കി. എന്നാൽ ഇപ്പോൾ നോക്ക്, പാണ്ഡവർ ഈ ഭൂമണ്ഡലമാകെ കൈവശപ്പെടുത്തുവാൻ പോകുന്നു. അതിൻ്റെ ഫലം അങ്ങ് അനുഭവിക്കാൻ പോവുകയാണ്. എല്ലാം കൈവിട്ടു പോയപ്പോൾ, തലയ്ക്ക് മുകളിൽ യുദ്ധഭേരി മുഴങ്ങിക്കഴിഞ്ഞപ്പോൾ അങ്ങ് സ്വന്തം പുത്രന്മാരെ പഴിക്കുന്നു. ഇനി ഇതൊന്നും ശുഭമായി പര്യവസാനിക്കില്ല. അങ്ങ് കൗരവ പാണ്ഡവ യുദ്ധത്തെക്കുറിച്ച് കേട്ടാലും. സഞ്ജയൻ തുടർന്നു, മഹാരാജാവേ, സൂര്യോദയത്തോടുകൂടി തന്നെ ദ്രോണാചാര്യർ യുദ്ധഭൂമിയിൽ എത്തി ഒരു വിഭാഗം സൈന്യത്തെ ശകടവ്യൂഹത്തിൽ വിന്യസിച്ചു. സൈനികർ ആർത്തു വിളിച്ച് രണഭേരി മുഴക്കിയും അവരുടെ ഉത്സാഹം പ്രഖ്യാപിച്ചു. അപ്പോൾ ദ്രോണർ ജയദ്രഥനെ അടുത്തേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, രാജാവേ, കർണൻ, ഭൂരിശ്രവസ്, ശല്യർ, അശ്വത്ഥാമാവ്, കൃപർ, വൃഷസേനൻ എന്നീ 6 പേർ നിങ്ങളുടെ സംരക്ഷണത്തിനുണ്ടാകും. ഒപ്പം 20,000 കാലാൾ സൈന്യവും 1,00,000 അശ്വസൈനികരും 60,000 രഥസൈനികരും 10,000 ഗജാരോഹിത സൈനികരും അവർക്കൊപ്പം ഉണ്ടാകും. നിങ്ങൾ അവരുടെ എല്ലാം പിന്നിൽ മറഞ്ഞിരുന്നു കൊള്ളണം. എൻ്റെ അടുത്തു നിന്നും 6 കാതം പിന്നിൽ നിൽക്കുന്ന നിങ്ങളെ ദേവന്മാർക്ക് പോലും ഒന്ന് തൊടുവാൻ കഴിയില്ല. നിങ്ങൾ അവിടെ പോയി സുരക്ഷിതമായി ഒളിച്ചുകൊള്ളൂ. ദ്രോണരുടെ നിർദ്ദേശമനുസരിച്ച് ജയദ്രഥൻ ഗാന്ധാരദേശത്തെ മഹാരഥന്മാരായ രാജാക്കന്മാർക്കൊപ്പം കുറേ അശ്വാരോഹിത സൈനികരെയും കൂട്ടി നിർദ്ദിഷ്ട സ്ഥാനത്തേക്ക് യാത്രയായി. അങ്ങയുടെ പുത്രന്മാരായ വികർണനും ദുശാസനനും വ്യൂഹത്തിന് മുന്നിൽ തന്നെ നിലകൊണ്ടു. പിന്നീട് ദ്രോണർ വിശാലമായ ഒരു ചക്രവ്യൂഹമാണ് നിർമ്മിച്ചത്. അതിന് പിന്നിലായി പത്മഗർഭം എന്ന വ്യൂഹവും അതിനുള്ളിൽ സൂചിമുഖമെന്ന വ്യൂഹവും നിർമ്മിച്ചു. അദ്ദേഹം തന്നെ ആ വ്യൂഹത്തിൻ്റെ മുന്നിൽ നിന്നു. ആചാര്യൻ്റെ പിന്നിലായി ദുര്യോധനൻ, കാംബോജ രാജാവ്, ജലസന്ധൻ, കർണൻ എന്നിവർ അണിനിരന്നു നിന്നു. ശകടവ്യൂഹത്തിൻ്റെ മുൻഭാഗം സുരക്ഷിതമാക്കാൻ വേണ്ടി ദ്രോണർ 1,00,000 കാലാൾ സൈന്യത്തെ നിയോഗിച്ചു. ഇവർക്കെല്ലാം പിന്നിലായി സൂചിമുഖ വ്യൂഹത്തിൻ്റെ അടുത്തു തന്നെ ഒരു വലിയ സൈന്യത്തിൻ്റെ സംരക്ഷണയിൽ ജയദ്രഥൻ സുരക്ഷിതനായി നിന്നു. സഞ്ജയൻ തുടർന്നു, രാജാവേ, ഈ സമയത്ത് ഉത്സാഹശാലികളായ സൈനികർ കാഹളം മുഴക്കുകയും രണഭേരി ഉയർത്തുകയും ചെയ്തു. ഈ സമയത്ത് പാർത്ഥൻ ശ്രീകൃഷ്ണനാൽ തെളിക്കപ്പെട്ട രഥത്തിൽ യുദ്ധഭൂമിയിൽ പ്രവേശിച്ചു. നകുലൻ്റെ മകനായ ശതാനീകനും ദൃഷ്ടദ്യുമ്നനും ചേർന്ന് യുക്തമായ വ്യൂഹം വിന്യസിച്ചിരുന്നു. പാണ്ഡവ സൈന്യത്തിൻ്റെ മുൻനിരയിൽ എത്തിയ
കൃഷ്ണാർജുനന്മാർ ഒരുമിച്ച് ശംഖുലി മുഴക്കി. ആ ശബ്ദത്തിൽ കൗരവ സൈന്യം വിറപൂണ്ടു. കൗരവരുടെ യുദ്ധസന്നാഹങ്ങൾ കണ്ടപ്പോൾ അർജുനൻ കൃഷ്ണനോട് പറഞ്ഞു, കൃഷ്ണ, ഞാനിപ്പോൾ ദുർമേഷണൻ നയിക്കുന്ന ഗജസൈന്യത്തെ തകർത്ത് വ്യൂഹത്തിനുള്ളിൽ കടക്കും. അങ്ങ് അവിടേക്ക് രഥം തെളിച്ചാലും. പാർത്ഥൻ പറഞ്ഞ സ്ഥാനത്തേക്ക് ഭഗവാൻ തേർ തെളിച്ചു. അവിടെ എത്തി പാർത്ഥൻ ദുർമേഷണൻ്റെ നേർക്ക് ആക്രമണം അഴിച്ചുവിട്ടു. ഘോരമായ യുദ്ധം തന്നെ നടന്നു. അങ്ങയുടെ പക്ഷത്തെ രഥസൈന്യം കൂട്ടത്തോടെ കൃഷ്ണാർജുനന്മാരെ ആക്രമിക്കുവാൻ ആരംഭിച്ചു. അവരുടെ ശിരസ്സുകൾ ഓരോന്നായി പാർത്ഥൻ എയ്തു വീഴ്ത്തുവാൻ തുടങ്ങി. രാജാവേ, അർജുനൻ്റെ ശരവേഗം കൗരവരെ ബുദ്ധിമുട്ടിച്ചു. ഓരോ സൈനികരും നോക്കുമ്പോൾ ഓരോ പാർത്ഥൻ അവരോട് യുദ്ധം ചെയ്യുന്നതായി അവർക്ക് തോന്നി. ധാരാളം കൗരവ സൈനികർ പിടഞ്ഞു വീണു മരിച്ചു. ചിലർ മരണത്തോട് മല്ലടിക്കുന്നുണ്ടായിരുന്നു. ചിലർ കൈകളും ചിലർ കാലുകളും നഷ്ടപ്പെട്ട് അവിടെ നിന്ന് മരിക്കുകയോ അല്ലെങ്കിൽ പുറത്തേക്കൂടി രക്ഷപ്പെടുകയോ ചെയ്തു. ഈ കഥയുടെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത ദിവസം കേൾക്കാം.